ഹലോ ഗസ്, ഇന്ന് നമ്മൾ പോകുന്നത് മാടായിപ്പാറയിലെ ജൂതക്കുളം കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവിടെ എത്തിയിട്ട് ഞാൻ മാടായിപ്പാറയിലെ കുറച്ച് വ്യൂസ് കാണാം സാർ. ഹലോ ഗസ്, ഞാൻ പോകുന്നത് മാടായിപ്പാറയിലെ ജൂതക്കുളം കാണാനാണ്. അപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. കാണിച്ചറിയാം, ഇതാണ് സംഭവം. ഇങ്ങനെ നടന്നു പോയത് ആ കാണുന്നിടത്താണ് ജൂതക്കുളം ഉള്ളത്. ഇങ്ങനത്തെ വഴിയിലേ നടന്നു പോകുന്നു. കുറേ ബേഡ്സ് ഒച്ചപ്പാടാക്കുന്നുണ്ട്. ബേഡ്സിൻ്റെ കൂടുണ്ടെന്ന് തോന്നുന്നു. നോക്കി നോക്കാം. മാടായിപ്പാറ ഇപ്പോൾ ഭയങ്കര സൈലൻ്റ് ആയിട്ടില്ല. നല്ല പച്ചപ്പും വരാൻ തുടങ്ങി. എന്താ എന്താ ഓടുന്നുണ്ടാ? ബേഡിനെ പിടിക്കാൻ പോന്ന്. എന്നാ ബേഡിൻ്റെ കുട്ടീനെ കണ്ടിപ്പോൾ എന്താ അവിടെ ഈ സൗണ്ട് ആക്കുന്നത് കാട്ടിലേക്ക് കയറി പോകുന്നുണ്ട്. അതിന് അമ്മ രണ്ടെണ്ണം ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെ കൂടുണ്ടാവും. കൂടുണ്ടോ എന്ന് നോക്കിയിട്ട് വരാം. ഒറ്റക്ക് പോകുന്ന കൊത്ത അമ്മ പക്ഷെ ഇങ്ങനെയൊക്കെ അറിയാം. ജൂതക്കുളത്തിൻ്റെ അടുത്തെത്തി. അപ്പം എൻ്റെ ബാക്കിൽ കാണുന്നതാണ് മാടായിപ്പാറയിലെ ജൂതക്കുളം. അപ്പോൾ അവിടെ അതിൻ്റെ അരുവത്തെത്തിയിട്ട് കാണിച്ചു തരാം. ഇവിടെ കടൽക്കാക്ക ഉണ്ട്, അതാണ് ഭയങ്കരമായിട്ട് സൗണ്ട് ആക്കുന്നത്. എൻ്റെ ബാക്കിലത്തെ ബ്യൂട്ടി ഉണ്ടോ മാടായിപ്പാറൻ്റെ, നല്ല പച്ചപ്പെല്ലായിട്ട്. ഈ കാണുന്നതാണ് ജൂതക്കുളം മാടായിപ്പാറയിൽ. ഇവിടെ ഇതല്ലേ വേണ്ട ജൂതക്കുളം. അങ്ങോട്ട് പോയേക്കാം. ഇന്ന് മറ്റേ ആൾക്കാരും കുറവില്ലോണ്ട് കുറച്ച് നല്ല രസമുണ്ട്. അതിനെ പിടിക്കണേ വേണ്ട. ജൂതക്കുളം ഇതാണ് മാടായിപ്പാറയിലെ കുളം. ഇത് എത്ര ആയുണ്ടെന്നൊന്നും അറിയില്ല. ആൾക്കാർ നീന്താൻ പറ്റുമൊന്നും അറിയില്ല. പക്ഷെ സൈഡിലെല്ലാം നല്ല പുല്ലെല്ലാം ആയിട്ട് നല്ല രസമുണ്ട്. എന്താ അടിപൊളി. നല്ല ഈ മലൻ്റെ മുകളിലാണ് ഈ ഒരു കുളം ഉള്ളത്. ഇതിൻ്റെ ഹിസ്റ്ററി എനിക്കറിയില്ല. ഹിസ്റ്ററി നോക്കിയിട്ട് വേണമെങ്കിൽ പറഞ്ഞുതരാം. അടാ അടിപൊളി. ഇതാണ് മാടായിപ്പാറയിലെ ജൂതക്കുളം. ഇത് അടുത്തുനിന്നുള്ള വ്യൂ ഉണ്ടോ? നല്ല സ്കൈയും അടിപൊളി ആയതുകൊണ്ട് നല്ല രസമുണ്ട്. ഓ സ്കൈ ഇന്നത്തെ അടിപൊളി സൂപ്പർ. നല്ല മഴക്കാറുണ്ട് കണ്ട, അടിപൊളി. ഈ ഭാഗത്ത് കണ്ട, ഈ ഭാഗത്ത് നല്ല അടിപൊളി നാച്ചുറൽ നല്ല രസമുണ്ട്. അടിപൊളി ഫോട്ടോഷൂട്ടിനെല്ലാം പറ്റിയ. അതിൻ്റെ ചുറ്റുള്ള നല്ല അടിപൊളി കാഴ്ചയാണ്. ജീവിതമുണ്ടോ? ആകാശം അടിപൊളിയാണ്. വാവ് സൂപ്പർ. മാടായിപ്പാറക്കയില്ലത്. അപ്പോൾ ഈ ജൂതക്കുളത്തിൻ്റെ അടുത്ത ഒരു വഴിയിലെ ഇങ്ങനെ ഏരിയ വെറുതെ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യാമെന്ന് വെച്ച് പോകുന്ന വഴി. നല്ല നാച്ചുറൽ പ്ലേസാണ്. അല്ല ഉള്ള പുല്ലാണ്. ഇവിടേക്ക് ഇങ്ങനെ മഴ പെയ്ത് വെള്ളം കെട്ടുന്നുണ്ട്, കെട്ടിയിരിക്കുന്നുണ്ട്. എന്താ എന്നിട്ടോ ചെടി അറിയില്ലേ, കള്ളിച്ചെടി എന്ന് പറയുന്നത്. ഇതെല്ലാം ഇങ്ങനെ എങ്ങനെ ഇവിടെ ഉണ്ടായെന്ന് അറിയില്ല. എന്താ മാടായിപ്പാറൻ്റെ ഭംഗിയുണ്ട. ഓ അടിപൊളി. ഫുള്ള് നല്ല മഴക്കാറ് വന്നിട്ടുണ്ട്. എൻ്റെ ബാക്കിൽ കാണുന്നുണ്ട, ഫുള്ള് നല്ല മഴക്കാറ്. ബാക്കിൽ കള്ളിച്ചെടി ഇതാ അങ്ങ് കാണുന്ന ജൂതക്കുളമുണ്ട്. നല്ല മഴ പെയ്യും തോന്നും. അങ്ങോട്ട് പോയേക്കാം. അങ്ങോട്ടെന്താ അവസ്ഥ? ചതുപ്പ് പോലെ കാണുന്നു. നല്ല
കുറേ ബേഡ്സ് ഉണ്ട് കേട്ടോ അങ്ങോട്ട്. ഒരുപാട് ബേഡ്സ് ഇങ്ങനെ കരയുന്ന സൗണ്ടിൽ കേൾക്കാൻ പറ്റുന്നുണ്ട്. മൈന അവിടെ ഉണ്ട്, മൈന. കുറച്ച് മൈന ഉണ്ട് അങ്ങോട്ട്. അവിടെ ഫുള്ള് കുറേ ബേഡ്സ് ഉണ്ട്. കുറേ ബേഡ്സ് ഉണ്ട് അവിടെ. ഡയമണ്ടോ സൗണ്ട് ആക്കുന്നുണ്ട്. എവിടെ ഇല്ല നോക്കട്ടെ. ഡയമണ്ടോ ഇവിടെ ഡയമണ്ടോൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്. കാണുന്നില്ല. നല്ല മഴ പെയ്യാൻ പോകുന്നുണ്ട് മാടായിപ്പാറയിൽ. ഈ ഏരിയയിൽ മഴക്കാറില്ല, പക്ഷേ ഈ ഏരിയയിൽ നല്ല മഴയുണ്ട്. നല്ല ഹെവി മഴ പെയ്യുമെന്ന് തോന്നുന്നു. മാടായിപ്പാറക്ക് വന്നപ്പോൾ ക്ലൗഡ് മാറിയിട്ട് നോക്കിയാൽ നല്ല ഹെവി മഴ പെയ്യും ഇപ്പോൾ. നല്ല കാറ്റുമുണ്ട്. നല്ല മഴ പെയ്യാൻ പോകുന്നുണ്ട്. നല്ല തണുപ്പുണ്ട്. കണ്ടാ ഇത് നോക്കിയാ, സ്കൈ നോക്ക്. ആ കുട എടുക്കാൻ വിട്ടുപോയി. മഴ പെയ്യുന്നുണ്ട്. അങ്ങനെ മഴ പെയ്യാൻ തുടങ്ങി. മഴ കൊള്ളാത്ത ഏരിയയിലേക്ക് ഇങ്ങനെ പോവുകയാണ്. കാറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കാറ്റ്, ഒരു രക്ഷയില്ല. അടിപൊളി ക്ലൈമറ്റ്. നമ്മൾ വിചാരിച്ചില്ല, അടിപൊളിയായി പോയി. അല്ല എന്താ രസം നോക്കിയാ. ആകാശം കണ്ട നല്ല മഴക്കാറുണ്ട്. ഈ സൈഡ് നോക്കിയാ നല്ല മഴ പെയ്യുന്ന പോകുന്നുണ്ടാ. നല്ല ഹെവി മഴ പെയ്യുന്നുണ്ട്. അങ്ങനെ നല്ല മഴ പെയ്യുന്നുണ്ട്. നല്ല മഴ കേട്ടാ. നല്ല കാറ്റുണ്ട്, നല്ല മഴയുണ്ട്. നല്ല മഴ, കാറ്റ് വയ്ക്കാ. അങ്ങനെ നല്ല കാറ്റുണ്ട്. മഴക്കാരനാ. നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. മാടായിപ്പാറക്ക് നല്ല മഴ പെയ്യുന്ന ഹെവി മഴ. ഹെവി മഴ. അങ്ങനെ മാടായിപ്പാറക്കുന്ന് തിരിച്ച് വീട്ടിലേക്ക് പോയാണ്. നല്ല മഴ പെയ്യുന്നുണ്ട്. പിന്നെ നേരത്തെ നല്ല മഴ പെയ്തിട്ട് ഇറങ്ങിയതാണ്. ഇപ്പോൾ കുറച്ച് മഴ കുറഞ്ഞപ്പോൾ നേരെ വീട്ടിലേക്ക് വിട്ടേക്കാന്ന് വെച്ചിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ അതുപോലെ ലൈക്ക് അടിക്കണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.